ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുധിച്ചേട്ടൻ. അപ്പോൾ സുധിച്ചേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ രേണു ചേച്ചീനെ നിങ്ങൾക്കറിയായിരിക്കും. അറിയായിരിക്കുന്നല്ല, അറിയാം. അപ്പോൾ രേണു ചേച്ചീൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ അറിയാം. രേണു ചേച്ചി ഇപ്പോൾ ഒരു വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ആൽബത്തിലെ സോങ്ങാണിത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഒരു സിനിമാറ്റിക് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടുത്തവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് സിനിമയിലാണെങ്കിൽ ആർക്കും ഒന്നും പറയാനില്ല. ഇത് സുധിച്ചേട്ടൻ്റെ ഭാര്യ രേണു ആയതുകൊണ്ടാണോ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ അവരെപ്പറ്റി ഇങ്ങനെ അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും അവർ ജീവിച്ചോട്ടെ, അവരെങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. എന്തിനാണ് അവരിങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ വൃത്തികെട്ട കമൻസും കാര്യങ്ങളും എല്ലാം ഇടുന്നത്? എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്? കൊണ്ട് എന്താണ് കുഴപ്പം? അവർ എന്തായാലും സുധിച്ചേട്ടൻ മരിച്ചതുകൊണ്ട് അങ്ങനെയാണ്. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് സുധിച്ചേട്ടൻ മരിച്ചതുകൊണ്ട് സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ കാണും വേണ്ട. അവർക്ക് എന്തിനാണ് അതിൻ്റെ ആവശ്യമുള്ളത്? അവർക്ക് ചിലപ്പോൾ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാകും, അവരഭിനയിച്ചോട്ടെ. എന്നാലും സുധിച്ചേട്ടൻ അഭിനയ രംഗത്തുള്ള ആൾ തന്നെയായിരുന്നില്ല. അതേപോലെ അയാളുടെ ഭാര്യയ്ക്കും അതേപോലെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവളും അവളെന്നല്ല, ആ ചേച്ചിയും അങ്ങനെ ചെയ്തോട്ടെ. അതിനെന്തിനാണ് നിങ്ങളിങ്ങനെ ആ ചേച്ചീൻ്റെ പുറകെ നടന്നിട്ട് ഇങ്ങനെ ആ ചേച്ചീന് എന്താ പറയുക, എങ്ങനെയെങ്കിലും ഒന്ന് താറടിക്കണം എന്നുള്ള വിചാരമായിട്ട് നടക്കുന്നതാണ്. എനിക്ക് പ്രേക്ഷകരോട് ചോദിക്കാനുള്ളത്, എന്തിനാണ് മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി വലിഞ്ഞു നോക്കാൻ ശ്രമിക്കുന്നത്? ഇപ്പോൾ ആ ചേച്ചിയാണ് ഇപ്പോൾ എല്ലാത്തിലും ചർച്ചാ വിഷയങ്ങളായിട്ട് വരുന്നത്. ആ ആൽബത്തിൽ ഇങ്ങനെ പിടിക്കുന്നൊക്കെ ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും, ഇതാ രേണു ആണോ, അല്ല സുധിച്ചേട്ടൻ്റെ ഭാര്യ രേണു ചേച്ചിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് വെറും അഭിനയമാണ്. ഞാനിപ്പോൾ എമ്പുരാൻ്റെ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അഭിനയവും റിയാലിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് എവിടെയും പറയാനുള്ളത്. എങ്ങനെയാണ് ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത്? ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് എന്ത് പ്രയോജനമാണോ ഉള്ളത്? നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? മറ്റുള്ളവർ ഇങ്ങനെ കിടന്ന് രാഗിയിട്ടും എന്താ പറയുക വൃത്തികെട്ട കമൻസും ഇട്ടിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അല്ല, ഒരു മനസ്സ് സ്വന്തമായിട്ട് മലയാളികൾക്ക് ഒരു മനസ്സ് കാണുമെന്ന് തോന്നുന്നു. മറ്റുള്ളവർ ഇങ്ങനെ ജീവിക്കരുത്. എന്താ പറയുകയെന്ന് വെച്ചാൽ മറ്റുള്ളവർ നമ്മൾ നന്നാവാൻ സമ്മതിക്കത്തില്ല. നമ്മൾ നന്നാവാൻ സമ്മതിക്കുകയില്ലാത്തൊരു ഇതാണ്. ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു നാട് തന്നെയാട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് മാത്രമാണോ ഇനി മറ്റ് സംസ്ഥാനം ഉള്ളവർക്കും ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്ത് പറഞ്ഞാലും ആ രേണു ചേച്ചി നല്ല രീതിയിൽ ഡ്രസ്സെല്ലാം ധരിച്ചിട്ടൊക്കെയാണ്. ഡ്രസ്സ് ഇപ്പം എന്തെങ്കിലും ആവട്ടെ, അഭിനയമാണല്ലോ. ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അതേപോലെ സീരിയൽ ഇതേപോലെ അഭിനയമുണ്ട്. അപ്പോൾ സിനിമയും സീരിയലും ഒക്കെ ഇങ്ങനെ ഓരോന്ന് റൊമാൻറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസും വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട്. അതുകൊണ്ട് അതേപോലെ തന്നെയാണ് ആ ചേച്ചി അതേപോലെ ആൽബത്തിൽ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് കൂടെ അഭിനയിച്ചിരിക്കുന്ന ദാസേട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോയും കുഴപ്പമില്ലാത്ത വീഡിയോ തന്നെയാണ്, ഞാനും കാണാറുള്ളത് തന്നെയാണ്. എനിക്കപ്പോൾ എനിക്ക് ആ ചേച്ചി ചെയ്തതിനകത്ത് എനിക്കൊരു തെറ്റായിട്ടുള്ള ഫീലിങ്സും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. അവർക്ക് അഭിനയ രംഗത്ത് വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവർ വന്നു, അവർ അഭിനയിച്ചു. അത് ഇത്രയും വലിയൊരു അപരാധമായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് അതുകൊണ്ടായിരിക്കാം. ഇത്രയും പറയാനുള്ള ഇനി മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒളിച്ചു നോട്ടം പാടില്ല പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ടാറ്റാ.